കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും യാഥാർത്ഥ്യമാകാതെ കൊച്ചിയിലെ സീപോർട്ട് എയർപോർട്ട് റോഡിനു വേണ്ടി ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ ക്രയവിക്രയങ്ങൾ മരവിപ്പിച്ചതോടെ 2.5 പതിറ്റാണ്ടിലായി ഭൂവുടമകൾ ദുരിതത്തിലാണ്. പദ്ധതിക്കായി കിഫ്ബിയിൽ നിന്നും പണം അനുവദിച്ചതോടെ ഇനിയും കാത്തിരിക്കേണ്ടി വരില്ലെന്ന പ്രതീക്ഷ മാത്രമാണ് ബാക്കി. റിപ്പോർട്ട്. കാൽനൂറ്റാണ്ട് മുമ്പ് തുടക്കമിട്ട ഒരു പദ്ധതിയുടെ അവസ്ഥയാണിത്. കളമശ്ശേരി മുതൽ ആലുവ, മഹിളാലയം, കവല വരെയുള്ള സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട ഭാഗമാണ് ഇന്നും തുടങ്ങിയ അവസ്ഥയിൽ തന്നെയുള്ളത്. 52 കുടുംബങ്ങളാണ് ഈ പദ്ധതി പ്രദേശത്തുള്ളത്. വീട് അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതെ താമസ യോഗ്യമല്ലാതായതോടെ പലരും വാടക വീടുകളിലേക്ക് മാറി. ഇവരിലൊരാളാണ് ആലുവ തോട്ടുമുഖം ചേരാട്ട് വീട്ടിൽ സജീർ. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ 2ാം ഘട്ട പദ്ധതി പ്രദേശത്ത് വീടും സ്ഥലവും ഉൾപ്പെട്ടതോടെ ദുരിതത്തിലായ യുവാവ് സ്ഥലമേറ്റെടുത്ത് പണം അനുവദിക്കണമെന്ന ആവശ്യവുമായി ഓഫീസുകൾ കയറിയിറങ്ങുന്നു. 25 വർഷം മുമ്പാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അന്ന് സ്ഥലത്തിന്റെ ക്രയവിക്രയങ്ങൾ മരവിപ്പിച്ചതോടെയാണ് പിതാവ് അലിക്കുഞ്ഞ് സ്ഥലമേറ്റെടുക്കണമെന്ന ആവശ്യമുന്നയിച്ച് നടത്തം തുടങ്ങിയത്. സ്ഥലം വിൽക്കാനാവാതെ ഏറെ പ്രയാസപ്പെട്ടാണ് പിതാവ് സജീറിന്റെ സഹോദരി സജീറയുടെ വിവാഹം നടത്തിയത്. പിതാവ് മരണപ്പെട്ട ശേഷം ഇപ്പോൾ സഹോദരിയുടെ മകളുടെ വിവാഹം നടത്തിയപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. എൻ്റെ പേര് സജീർ. കഴിഞ്ഞ 25 കൊല്ലം മുമ്പാണ് എൻ്റെ വീട്ടിൽ കൊണ്ടിങ്ങനെ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കല്ലിട്ടത്. അന്ന് വരെ തുടങ്ങിയതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ദുരിതം. അന്ന് എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാപ്പ ഈ സ്ഥലം വിൽക്കുന്നതിനോ അല്ലെങ്കിൽ പണയപ്പെടുത്തുന്നതിനോ ഒരുപാട് നോക്കിയതാണ്. പക്ഷെ അന്ന് സാധിച്ചില്ല. പിന്നെ അവളുടെ മകളുടെ കല്യാണം വന്നപ്പോഴും, വാപ്പ മരണപ്പെട്ടതിന് ശേഷം അവളുടെ മകളുടെ കല്യാണം വന്നപ്പോഴും ഈ ഒരു വിഷയം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചതാണ്. അതിന് സാധിച്ചില്ല. അപ്പോഴും ഇതേ സംഭവം തന്നെ അന്നും അന്നത്തെ പോലെ നിന്നും അതുപോലെ തന്നെ സംഭവിച്ചു. അതുപോലെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കാർ ഏറ്റെടുക്കുന്നതിനുള്ള, ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. എത്രയും വേഗം ഇതിനുള്ള നഷ്ടപരിഹാരം നിന്ന് ഞങ്ങളെല്ലാം ഈ ബദ്ധപ്പാടിൽ നിന്ന് ഒഴിവാക്കി തരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. സ്ഥലമേറ്റെടുക്കൽ അനിശ്ചിതമായി നീളില്ലെന്നും ഈ വർഷം തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 6.7 കിലോമീറ്റർ ഭാഗത്തെ ഭൂ ഉടമകൾക്കാണ് ഈ ഗതിയുണ്ടായത്. ദൂരദർശൻ ന്യൂസ്, കൊച്ചി.